ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? നമുക്ക് ഇന്ന് ടാരോനോട് എന്താ ചോദിക്കാം? സത്യം പറഞ്ഞാൽ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല ചോദിക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്താലോ, ടാരോനാണ് എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ടാരോനോട് തന്നെ നമുക്ക് ആൻസർ തരാൻ പറയാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ടാരോനോട് എൻ്റെ ഒരു എനർജി നിൽക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ എന്താണ് പ്രശ്നം എന്ന് ടാരോന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ടാരോനോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ടാരോൻ്റെ അടുത്ത് തന്നെ ആൻസർ ചോദിക്കാം. അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനർജി കണക്റ്റ് ആവുന്നവരും ഞാൻ ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന റീഡിങ്സാണ് ഞാൻ കൂടുതലും എടുക്കാറ്. അല്ലാണ്ട് ഈ തേർഡ് പാർട്ടി, ട്വിൻ ഫ്ലെയിം, ലവ് റിലേഷൻഷിപ്പ് ഇതൊന്നുമല്ല. കാരണം ഇതൊക്കെ നിങ്ങളെ കർമ്മയുടെ ലൂപ്പിൽ പെടുത്തുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം. ട്വിൻ ഫ്ലെയിംസൊക്കെ ഉണ്ട്. ട്വിൻ ഫ്ലെയിംസൊക്കെ ജെനുവിനായിട്ട് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. എല്ലാം ട്വിൻ ഫ്ലെയിംസൊന്നും ആവുമൊന്നുമില്ല. ഞാൻ പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കുറേ പേര്. അതാണോ ഞാൻ പറഞ്ഞു മടുത്ത സംഭവമാണ് ട്വിൻ ഫ്ലെയിം. പലരും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് വിഷമം. നമ്മുടെ ഇതിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം മാത്രമല്ലല്ലോ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു വരുമാനം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ. നമ്മുടെ ഈ സോളിൻ്റെ പർപ്പസ് തന്നെ ആ അൾട്ടിമേറ്റ് പവറിൽ എത്തിച്ചേരുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രേമത്തിൻ്റെയും അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് പിന്നെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കർമ്മ ജനറേറ്റ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ്. പലരും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എനിക്ക് പൊങ്കാല വരും, അത് ഉറപ്പാണ്. പക്ഷെ പറയേണ്ടത് എനിക്ക് പറയണം, പറഞ്ഞേ പറ്റും. എനിക്ക് എൻ്റെ ചാനൽ എന്ത് പറയാമല്ലോ, എൻ്റെ മനസ്സിൻ്റെ ചിന്തകളും എൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങളും എനിക്ക് പറയാമല്ലോ. എനിക്ക് പറയാനുള്ളൊരു വിധിയാണിത്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ പൊങ്കാലകൾ വരാൻ സാധ്യതയുണ്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. നല്ല പോസിറ്റീവായിട്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറയേണ്ടത് പറയണം, പറഞ്ഞേ പറ്റും. ലവ് റിലേഷൻഷിപ്പ് എന്നെല്ലാം നമുക്ക് കർമ്മയായിട്ട് നമ്മൾ ചീറ്റ് ചെയ്യുക, നമ്മൾ ഇട്ടിട്ട് പോവുക. അത് ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മൾ അത്രയും ചങ്ക് പറിച്ച് സ്നേഹിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ അത് നമ്മുടെ കർമ്മയാണ്. വീണ്ടും ഞാൻ ടാരോയിലെടുത്ത് അദ്ദേഹം ഇങ്ങനെ വരും, അദ്ദേഹം ഇപ്പോൾ വരും, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അദ്ദേഹം വരുമോ ഇല്ലയോ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കണ കാര്യമല്ല. കാരണം അത് കർമ്മ ജനറേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ചങ്ക് കൊടുത്ത് സ്നേഹിച്ചിട്ടും അവരത് തിരിച്ചറിയാണ്ട് അവർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെയിൻ അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ പെയിൻ നിങ്ങൾ അനുഭവിക്കണം. ആ കർമ്മ ക്ലിയർ ചെയ്യണം. വീണ്ടും നിങ്ങൾ പുറകെ പോയി ഒരു എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പെയിൻ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളത് അനുഭവിച്ചു ഇല്ലേ? പിന്നെ എന്ത് വിശ്വാസത്തിലാണ് വീണ്ടും അവിടെ പോകുന്നത്? വീണ്ടും നമ്മുടെ ഹൃദയം കീറി മുറിക്കാൻ ഒരൊറ്റ ചാൻസേ കൊടുക്കാവൂ. രണ്ടാമതൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കരുത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം പോകണമെങ്കിൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ നാളെ ഉണ്ടാവണം എന്നില്ല. അതങ്ങനെയാണ്. നമ്മുടെ സോളിൻ്റെ ഒരു പർപ്പസ് ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മയാണ്. അതെല്ലാം നമ്മുടെ കർമ്മയല്ല, അവർ ജനറേറ്റ് ചെയ്ത കർമ്മയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അനുഭവിച്ച വേദന, നിങ്ങളുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിന്ന് ഒരു തരി കണ്ണുനീര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് അനുഭവിച്ചിരിക്കും. ഡെഫിനറ്റ്ലി എഴുതി വെച്ചു. ഞാൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എഴുതിത്തരാം. നിങ്ങൾ അനുഭവിച്ച അതേ വേദന അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യണം. നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളെ വിട്ടുപോയ ഒരാളുടെ അടുത്ത് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ അവനെ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാൻ അവളോട് ക്ഷമിച്ചു, പ്രപഞ്ചമേ ഞാൻ ഇത് എല്ലാം ഇവിടെ വെച്ച് നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിനോട് നിങ്ങൾ മാപ്പ് അപേക്ഷിക്കണം. ഫോർഗീവ് ആൻഡ് ലെറ്റ് ഗോ. ഞാൻ പറയുന്ന ഒരൊറ്റ വേർഡാണ്, ഫോർഗീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. അവിടെ നിന്ന് പോവുക. അവിടെ പിന്നെ ഒരു നേരം ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത്. അപ്പോൾ ബ്രേക്കപ്പ് ആയ സിറ്റുവേഷൻസ് ആണെന്നില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവരെ നിങ്ങൾ തേടി വരും. നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ളവരാണെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോവില്ല.
അഥവാ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ അർഹിക്കുന്നുമില്ല. അതാണ് സത്യം. എനിക്ക് തോന്നുന്നത് ഇന്ന് കൂടുതലും ലവ് റിലേറ്റഡ് എനർജി വരാനാണ് സാധ്യത. അല്ലാണ്ട് ഞാൻ ഈ ടോപ്പിക് ഇടാനുള്ള ഒരു വഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ടാരോ എന്താണ് പറയുന്നത്, എന്താണ് ചോദ്യം ചോദിക്കാൻ പറയുന്നത്. അതിനുള്ള ആൻസർ നമുക്ക് ടാരോനാണ് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് പോയിട്ടായിരിക്കാം. അട്ടേക്ക് ഡീപ്പ് റിലീസ് ചെയ്യുക, പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തിനോട് നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യണം, കമൻ്റ് ഇടണം. എന്നാലാണ് ഞാൻ എടുക്കുന്ന എനിക്കൊരു കോൺഫിഡൻസ് വേണ്ട ഞാൻ എടുക്കുന്ന റീഡിങ് കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. ഉറപ്പായിട്ടും എനിക്ക് പൊങ്കാല വരാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, പറയേണ്ടത് പറയണ്ടേ അല്ലേ? കേട്ടുന്നവർ കേട്ടാൽ മതി. പൊങ്കാല ഇടുന്നവർ ട്രോളുന്നവർ ട്രോളിക്കോട്ടെ. ഞാനിതെല്ലാം സഹിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളാം. ഷഫിൽ ചെയ്യാം. ഞാൻ 2 കാർഡ് എടുക്കാം. ആദ്യത്തേത് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിന് ആൻസർ ആയിരിക്കും. തീർച്ചയായും പോകുന്നത് ഓക്കെ. ആദ്യത്തെ 2 കാർഡ് എടുക്കും ഞാൻ. അതിൽ ഒരു കാർഡ് നമ്മുടെ ചോദ്യവും രണ്ടാമത്തെ കാർഡ് അതിൻ്റെ ആൻസറും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. എന്തായിരിക്കും ടാരോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ചാടി പോവാണ് കാർഡ്. എന്താവോ? ചോദിച്ചാലോ ടാരോൻ്റെ അടുത്ത്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഹെർമിറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹെർമിറ്റ്. ഇത് നൈറ്റ് ഓഫ് വാൺസ്. അപ്പോൾ പറഞ്ഞില്ലേ കറക്റ്റായിട്ടൊരു ലവ് റീഡിങ് വരാനാണ് സാധ്യത കൂടുതലെന്ന്. അല്ലാണ്ട് ഞാൻ ആ ടോപ്പിക് എടുത്തതാണ് ഒരു വഴിയില്ല. അപ്പോൾ ഇത് നോക്കുക, ഇത് ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറിവുള്ള, എല്ലാത്തിനെയും പറ്റിയും നല്ല അവഗാഹമുള്ള ഒരു വ്യക്തിയാണ് ഹെർമിറ്റ്. ഇത് നോക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒരു കോലുണ്ടല്ലേ, ഇപ്പുറത്തെ കയ്യിലൊരു വിളക്കും ഉണ്ട്. ഈ വിളക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം നല്ല അവബോധമുള്ള വ്യക്തിയാണ്, നല്ല അറിവുണ്ട്, നല്ല സ്നേഹനിധിയാണ്, എല്ലാത്തിനെ പറ്റി നല്ല ഗാർഹ്യമായ അവബോധമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു ഫീല്, നഷ്ടപ്പെട്ടതിനെ തേടുക എന്ന് പറയില്ലേ. എല്ലാ അറിവും ഉണ്ട്, അതായത് എല്ലാം ഉണ്ട്, പക്ഷെ ഇനിയും എന്തോ നേടാനുണ്ട്, എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ. ആ തോന്നലിൽ റാന്തലം പിടിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ദ ഹെർമിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ റിലേഷൻഷിപ്പിലാണ്. ഇതിൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് റിലേഷൻഷിപ്പിൽ പൂർണ്ണതയില്ലാതെ തേടുന്ന എല്ലാം ചീറ്റ് ചെയ്യപ്പെട്ട ഒരു എനർജി. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം, ചിലപ്പോൾ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാതെ ഇരുന്നിട്ടുണ്ടാകാം. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പോയി, അത് നിങ്ങൾക്കറിയാം, എനിക്കും തിരിച്ചു വരില്ല, അതും നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ വേറെന്തിനോ തേടുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ ആവാം ചിലപ്പോൾ നിങ്ങൾ തേടുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ പോയ മനസ്സമാധാനത്തിന്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തിന്, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ എല്ലാം നിങ്ങൾ എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ ആവാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരയുന്ന ഒരു എനർജി കാർഡാണ് ഇത് വന്നത്. ഇത് ഹെർമിറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ പേഴ്സൺസിൻ്റെ റീഡിങ്ങിലാണ് കേട്ടോ ദ ഹെർമിറ്റ് വരിക. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പൂർണ്ണതയുടെ ഒരു അഭാവം, കംപ്ലീറ്റ്നെസ് ഇല്ലായ്ക, എവിടെയോ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ തേടുന്ന, അതായത് നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ആയിരിക്കാം ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ തേടുന്ന ഒരു വ്യക്തിയാണ് ദ ഹെർമിറ്റ്. അപ്പോൾ ചോദ്യം ഇതായിരിക്കാം, നിങ്ങൾ തേടുന്നത് എന്തിനെയാണ് അല്ലേ? അതാണ് ചോദ്യം. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എന്തിനെയാണ് തേടുന്നത്? അതായിരിക്കും ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ അഭിനിവേശമാണ്. അഭിനിവേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലുള്ളൊരു ആഗ്രഹം,
ഇതിൽ നിങ്ങൾ തേടുകയെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ മനസ്സമാധാനം നിങ്ങൾ തേടുകയാണ്. ആ തേടിയ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് നോക്കാം, പാഞ്ഞു പോകുന്നൊരു കുതിര ലക്ഷ്യബോധത്തിലേക്ക്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആർജവം, എന്താ പറയുക, ഒരു നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും. നമുക്കിങ്ങനെ നമ്മൾ ഇരുന്നുകൂടാ, നമ്മളിങ്ങനെ മൂടിയായിട്ടിരിക്കേണ്ട ഒരാളല്ല. നമുക്ക് ഫോക്കസ് ഉണ്ട്, നമുക്ക് എയിം ഉണ്ട്, അതിലേക്ക് എത്തണം, നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുകൊണ്ട് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു കാർഡാണ് ഇത്, നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഇതിൽ നോക്കുക, ഇദ്ദേഹം ഒരു പോരാളി പോലെ ഒരു സോൾജിയറാണ്. ഇവിടെ ഒരു റെഡ് ഉണ്ട്. റെഡ് എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ദേഷ്യം, അതിനെയൊക്കെയാണ് റെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹം, റെഡ് എന്ന് പറയുന്നത് സ്നേഹവും കൂടിയാണ് കേട്ടോ. സ്നേഹവുമാണ്, സ്നേഹം അറ്റ് ദ സെയിം ടൈം ഡേഞ്ചറുമാണ്. അപ്പോൾ ആ സ്നേഹം ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പായാണ്, അതിൻ്റെ മേലെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വികാരം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സപ്രസ് ചെയ്തിട്ട് അതിന് മേലെ ഇരുന്നിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ സമാധാനം, അതിന് വേണ്ടിയിട്ട് പായുന്ന ഒരു എനർജിയാണ് ഈ കാർഡ്. പിന്നെ ഇവിടെ നോക്കാം വാൺസ്, ഞാൻ പറഞ്ഞല്ലോ അഭിനിവേശം. അപ്പോൾ അതിൽ ചെറിയ 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 മുളകളുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നിങ്ങളൊരു പ്ലാൻ, എ പ്ലാൻ, ബി പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലാൻ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇത് നോക്കുക, പച്ചയാണ് കളറ്. പച്ച എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റിയാണ്, ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ കിട്ടിയ ഒരു ട്രോമയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഐഡിയാസ് കണ്ടുപിടിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് പായുന്ന, മിന്നൽ വേഗത്തിൽ പായുന്ന ഒരു എനർജി കാർഡാണ് നൈറ്റ് ഓഫ് വാൺസ് കേട്ടോ. അപ്പോൾ ഇതാണോ നിങ്ങളുടെ എനർജി? കമൻറ്റ് ചെയ്യണേ. ഇത് തിരിച്ചു പിടിക്കാനുള്ള പരക്കം പാച്ചിൽ പോകുന്ന ഒരു എനർജി കാർഡാണ് ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, പോയവർ പോട്ടെ. നമുക്ക് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിട്ടിട്ട് പോവില്ല, വിട്ടിട്ട് പോയവരാണെങ്കിൽ അവർ പൊക്കോട്ടെ, അവരുടെ പുറകെ പോകണ്ട, അവരുടെ പുറകെ പോയിട്ട് എന്തിനാണ് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഞാനിത്ര നിസ്സാരമായിട്ട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഡിസേർവ് ആവുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് ഡെഫിനറ്റ്ലി നമുക്ക് തരും. നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് തിരിച്ചെടുക്കും. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ എനർജി ക്ലെയിം നിങ്ങളുടെ ആണെങ്കിൽ ക്ലെയിം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഈ നിമിഷവും കടന്നു പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ, നാളെ കാണാം കേട്ടോ.